രണ്ട് വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, മുനവറലി തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസിൻ്റെ വിവാദമായിരിക്കുന്ന ഒരു അഭിപ്രായം, പ്രസ്താവന എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് പള്ളി പ്രവേശനം എന്നത് തെറ്റായിരിക്കുന്ന ഒരു പിന്തുടർച്ചയുടെ ഭാഗമാണ് എന്ന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പരാമർശം. ഇതാണ് ഒന്ന്. രണ്ടാമത്തത്, ഹക്കീം അസരി എന്ന് പറയുന്ന സുന്നി പണ്ഡിതൻ, അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് അഭിമുഖം നൽകിയ വിഷയം. ഈ രണ്ട് കാര്യങ്ങളും സുന്നി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായിരിക്കുന്ന രണ്ട് വിഭാഗത്തിൻ്റെ നേതൃത്വ നിരയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എത്രത്തോളം സുന്നി ആശയം ഇതിനെ ഉൾക്കൊള്ളുന്നുണ്ട്, ഇതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ പരാമർശിക്കേണ്ടതാണ്. ആദ്യം നമ്മൾ മുനവറലി തങ്ങളുടെ മകൾ പരാമർശിച്ചതിൻ്റെ ഭാഗം ഒന്ന് നമ്മൾ കേട്ടു നോക്കാം. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. ഇനി സുന്നി പണ്ഡിത നേതാവായ ഹക്കീം അസരി, അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതനപ്പുറമായ രീതിയിൽ മതഭൗതിക രാഷ്ട്രീയ രംഗത്ത് വളരെ കൃത്യതയോടുകൂടി അറിവും പാണ്ഡിത്യമുള്ളതും അങ്ങനെ തന്നെ അത് ശിഷ്യഗണങ്ങൾക്കും മറ്റുള്ള വ്യക്തികൾക്കും പറയുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വളരെ കൃത്യതയോടുകൂടി നിലപാട് പറയുകയും ചെയ്യുന്നുണ്ട് ഹക്കീം അസരി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തതിലെ ശബ്ദം നമ്മൾക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ചോദിക്കുന്നതും സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത. ഒന്ന് കേട്ടു നോക്കാം. വിവാദങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് മറ്റൊരു സൈഡും കൂടി ഇല്ലേ, അതായത് ഒരു മതത്തെ കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് ആ മതത്തെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തവരുടെ ഉള്ളില് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാകും. അത് ലോകത്ത് അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഇപ്പൊ ഈ മുസ്ലിം സമുദായത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ലീഗിനെ പൊതുവെ കണ്ടുവരുന്നത്. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെയല്ല. കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് രണ്ട് സുന്നി പക്ഷത്താണ്. EK വിഭാഗം സുന്നികളാണ് കൂടുതൽ. തൊട്ട് താഴെ തന്നെ AP വിഭാഗം സുന്നി വിഭാഗത്തിലും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഒരു മതപരമായിരിക്കുന്ന ഒരു വിഷയം വരുന്ന സമയത്ത് ഈ സുന്നികളുടെ നിലപാടുകളും അഭിപ്രായം എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അവരുടെ നിലപാടാണ് പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ രംഗത്തും അല്ലെങ്കിൽ സർക്കാർ തലത്തിലും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ശബ്ദം കേൾക്കുന്നത് അനാവശ്യമായ രീതിയിലാണെങ്കിൽ തെറ്റായിരിക്കുന്ന കാര്യമാണ്. അത് ഒരു നിർബന്ധ ഘട്ടത്തിൽ പോലും വളരെ കരാർ വ്യവസ്ഥ പ്രകാരം എന്നൊക്കെ പറയുന്ന പോലെ നിർബന്ധ ഘട്ടത്തിലൊക്കെ അത് പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അഭിമുഖം നൽകുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കണ്ട ഹക്കീം അസരി നൽകുന്ന അഭിമുഖം എന്ന് വെച്ചാൽ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്. പക്ഷേ സ്ത്രീയുമായിട്ട് അഭിമുഖം നടത്തുന്നതിൽ കാര്യമില്ല. ആ ശബ്ദം അദ്ദേഹം കേൾക്കുന്നതും അദ്ദേഹത്തിൻ്റെ കാരണത്താൽ മറ്റുള്ളവർ കേൾക്കുന്നതും നമ്മൾ പഠിച്ചു വന്ന രീതിക്കനുസരിച്ച് നോക്കുന്ന സമയത്ത് തെറ്റാണ്. ഹറാമ് എന്നൊക്കെ ആണെങ്കിൽ അത് പണ്ഡിതന്മാർ പറയട്ടെ, നമ്മളത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ വരെ അല്ലെ ഇത്രയും വൈദൂരത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഹക്കീം അസരിയെ പോലെയുള്ള ഒരു പണ്ഡിത നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് സ്ത്രീയുമായിട്ട് അഭിമുഖം നടത്തുന്നത്? അതിലെന്താണ് ഒരു ലോജിക്ക് ഉള്ളത്? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാകുന്ന സമയത്ത് സ്വാഭാവികമാണ്. അതിൽ നമ്മൾ ഇടപെടുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ അതിലും ഇടപെടുന്നില്ല. അതൊക്കെ അടുത്ത ഘട്ടത്തിൽ പറയേണ്ടതാണ്. സ്ത്രീയുമായിട്ട് അഭിമുഖം നടത്തുന്ന സമയത്ത് മാറി നിൽക്കാൻ വേണ്ടി പറയുകയല്ലേ വേണ്ടത്? എന്നാൽ പുരുഷനോട് വരാൻ വേണ്ടി പറഞ്ഞാൽ പുരുഷൻ വരാതിരിക്കുമോ ഈ അഭിമുഖത്തിന്? അപ്പോൾ ഇവിടെ ചില പരസ്യമായിരിക്കുന്ന രഹസ്യമായ തെറ്റുകൾ പണ്ഡിതന്മാരിൽ വരുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ സാരാംശം. ഇനി നമ്മൾ മുനവറലി തങ്ങളുടെ ഭാഗത്തേക്ക് പോയാൽ, മുനവറലി തങ്ങൾ എന്ന് പറയുന്ന സംസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽപ്പെട്ട ആളാണ്. രാഷ്ട്രീയപരമായി പറയുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രധാന കക്ഷിയാണ്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ആണ് ഈ പരാമർശം നടത്തിയത്. എങ്ങനെ സ്ത്രീകൾ പള്ളി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിരിക്കുന്ന ഒരു പിന്തുടർച്ചയുടെ ഭാഗമായിട്ടാണ്, അതുകൊണ്ട് പ്രവേശനം അനുവദിക്കണം എന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോഴത്തെ തലമുറ കുറച്ചും കൂടിയൊക്കെ മാറി ചിന്തിക്കുന്നു എന്നുള്ളതും
പബ്ലിക്കിനോട് അല്ലെങ്കിൽ പൊതുവായിരിക്കുന്ന ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നും കൂടിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴത്തെ വിവാഹ രീതികളൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. പല കാര്യങ്ങളും നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നോ അതല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസത്തിൽ നിന്നോ കോപ്പി അടിക്കപ്പെട്ടതാണ്. ഇപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്ത് വധൂവരന്മാർ സ്റ്റേജിലിരുന്ന് ചിത്രം എടുക്കുന്നതും ചുറ്റുപാടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും അത് തെറ്റാണ് എന്നൊന്നല്ല, പക്ഷേ നമ്മുടെ ഒരു തുടർച്ചയല്ല. സുന്നി ആശയത്തിൻ്റെ ഭാഗത്ത് അത് എവിടെയും കാണാൻ വേണ്ടി സാധിക്കില്ല. അത് ക്രിസ്ത്യാനികളുടെ ആശയത്തിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവരുടെ ഒരു തുടർച്ച നമ്മൾ കോപ്പിയടിച്ച് എടുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. പണ്ഡിതന്മാരൊക്കെ ഇത്തരം കല്യാണത്തിന് പോകാറുണ്ട്, നിക്കാഹ് കഴിച്ചു കൊടുക്കാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിനൊരു നിയന്ത്രണമില്ലാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം. പള്ളി അലങ്കരിക്കുക എന്ന് പറയുന്നത്, പള്ളികൾ യത്തീംഖാനകൾ പോലെയുള്ള ചെറിയ ലൈറ്റ് വെച്ചുകൊണ്ട് അലങ്കരിക്കുന്ന, നബിദിനത്തൊക്കെ വലിയ രീതിയിലുള്ള ലൈറ്റ് വെച്ച് അലങ്കരിക്കുന്ന പരിപാടികളുണ്ട്. ഈ അലങ്കാര പരിപാടികൾ തുടങ്ങിയിട്ട് ഒരുപാട് കൊല്ലമായിട്ടില്ല, ഒരു 20 അല്ലെങ്കിൽ ഒരു 30 വർഷത്തിൻ്റെ ഇങ്ങോട്ട് താഴെയാണെന്നേ പറയാൻ വേണ്ടി പറ്റൂ. പള്ളിയിൽ ഇങ്ങനെ ചെറിയ ലൈറ്റുകളൊക്കെ വെച്ചിങ്ങനെ അലങ്കരിക്കുന്ന ഒരു പ്രവൃത്തി മലബാർ ഏരിയയിലേക്ക് തുടങ്ങിയത് ഈ കാലത്തിന് ശേഷമാണ്. ഇതിനു മുൻപ് ഞാൻ ബോംബെയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് പള്ളി അലങ്കരിക്കുന്നത്. അവിടെ കൂടുതൽ അനഫി മതക്കാരാണ്. അവർ നബിദിനത്തിന്, പ്രത്യേകിച്ച് മുഹറം ദിനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ദിനമായിട്ട് അവർ ആചരിക്കുന്നതാണ് മുഹറം ദിനം, മുഹറം 1. മലബാറിൽ അങ്ങനത്തെ മുഹറം 1 ഒരു പ്രത്യേകതയില്ല, അങ്ങനെ ഒരു പ്രാധാന്യമായിട്ട് ആചരിക്കാറുമില്ല. അവിടെ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് മുഹറം എന്ന് പറയുന്നത്. ആ സമയത്ത് പള്ളി ഒന്നായിട്ട് അലങ്കരിക്കും, വലിയ സീറ്റ് ലൈറ്റ് ഇടും, നേരം വെളുക്കുന്നവരെ കത്തും. നബിദിനം വരുന്ന സമയത്തും റമളാൻ വരുന്ന സമയത്ത്, റമളാൻ 30 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഷിയാക്കളുടെ പള്ളിയിലും അങ്ങനത്തെ, ഷിയാക്കളുടെ പള്ളിയിലാണ് കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കുക. പിന്നെ മറ്റുള്ള പള്ളികൾ, അതായത് ബോംബെ പോലെയുള്ള, ഡൽഹി പോലെയുള്ള ഏറ്റവും വലിയ നഗരങ്ങളിലൊക്കെ അത് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഒരു തുടർച്ച നമ്മൾ കേരളത്തിലേക്ക് എത്തിക്കും. ശരിയോ തെറ്റോ എന്നുള്ള പണ്ഡിതന്മാരെ പറയട്ടെ. ഞാൻ പറയാം, മറ്റൊരു വ്യക്തികളോ മറ്റൊരു പ്രസ്ഥാനമോ മറ്റൊരു വിഭാഗമോ ചെയ്യുന്നത് കോപ്പി അടിച്ച് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഈ ജന്മദിനം, ബർത്ത്ഡേ ആഘോഷിക്കുന്ന രീതി, ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജന്മദിന ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, കേക്ക് മുറിക്കുന്നതൊക്കെ ക്രിസ്ത്യാനികളുടെ ആചാരമാണ്. അവരാണ് കേക്ക് മുറിക്കുന്നത്. ഇന്ന് എല്ലാ സുന്നികളും തന്നെ പറയാം, മറ്റുള്ളവർ നിൽക്കട്ടെ, സുന്നികൾ തന്നെ ആ ആചാരത്തെ പിന്തുടരുന്നുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, മറ്റു മതവിശ്വാസികളുടെ ആചാരത്തിൻ്റെ ഭാഗമായി പിന്തുടരുന്ന ഒരു രീതി കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത്. വസ്ത്രധാരണ നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഞാനിപ്പോൾ ധരിക്കുന്ന ടീഷർട്ട്, അത് മുസ്ലിം വേഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. യഥാർത്ഥത്തിൽ അത് യൂറോപ്യൻ സ്റ്റൈലാണ്, പാൻറ്റും ടീഷർട്ടും എന്നൊക്കെ പറയുന്നത്. പരമാവധി ഷർട്ടും പാൻറ്റും നമ്മുടെ മുസ്ലിങ്ങളുടെ വസ്ത്രമല്ല, എല്ലാം കോപ്പി അടിക്കപ്പെട്ട. തുണിയും ഈ ഷർട്ടും അത് നമ്മുടെ വസ്ത്രമല്ല, ഒക്കെ മറ്റു മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സാരി ആണെങ്കിലും അങ്ങനെയല്ല എന്നുള്ള അനുമാനിക്ക് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, കാലോചിതപരമായ രീതിയിൽ മതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ പണ്ഡിതന്മാരും അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കും വലിയ പങ്കുണ്ട് എന്ന് ചുരുക്കം. ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് മതത്തെ കൂട്ടി ഇണക്കുന്നതും രാഷ്ട്രീയമായ രീതിയിൽ മത നിയമത്തെ കാണുന്നതും സ്വാഭാവികപരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ഭരണ സംവിധാനമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മഹല്ല് സംവിധാനത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സ്വാധീനത്തിനനുസരിച്ച് ആ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ചില മാറ്റത്തിരുത്തുകൾ അവർ സ്വയം വരുത്തുന്നത് കാണാൻ വേണ്ടി സാധിക്കും എന്ന് ചുരുക്കം. ഇത് പണ്ഡിതന്മാർ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഈ പറയപ്പെട്ട 2 വിഷയങ്ങളും വളരെ സിമ്പിളായിരിക്കുന്ന ചെറിയ സംഭവമാണ്. ഹക്കീം അസ്സരി സ്ത്രീയുമായിട്ട് അഭിമുഖം നടത്തുന്ന ഒരു ചാനലിൽ സിമ്പിളായിട്ട് പറയാം, അത് ഒരു ശരിയായ തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമല്ല എന്നുള്ളത്. ഇപ്പോൾ മുനവറി തങ്ങളുടെ മകൾ ഈ പള്ളി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അത് അപ്പോൾ തന്നെ മുനവറി തങ്ങൾ തന്നെ ആ 16 വയസ്സായിരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു തെറ്റായിരിക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു വൈകാരിക ചിന്തയുടെ ഭാഗമായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒയപ്പറ്റി കമ്മ്യൂണിസ്റ്റ് സ്റ്റൈലൊക്കെ പറയുന്ന സമയത്ത് കാലോചിതപരമായി മാറ്റം വരുത്തേണ്ട തിരുത്തലുകളും കൂട്ടിച്ചേർക്കലും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിപ്ലവത്തിൻ്റെ സൂചകമായിട്ട് ഭാഗം എന്നൊക്കെ പറയാറുള്ള പോലെ അങ്ങനെ സിമ്പിളായിട്ട് അത് അവസാനിച്ചു. ഹക്കീം അസ്സരിയുടെ വിഷയങ്ങളും അതൊരു ചാനലിന് കൊടുക്കുന്ന അഭിമുഖമല്ലേ, അതിപ്പോൾ അത്ര വിവാദമാക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞായിട്ട് അത് അവസാനിക്കും. യഥാർത്ഥത്തിൽ ഇതൊക്കെ വലിയ സമുദായത്തിന് വലിയ മുറിവേൽക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എവിടെ നിന്നാണ് ഇത് ഉദയം വരുന്നത്? ഈ ആശയം എങ്ങനെയാണ് ഇത് കൂടിച്ചേരുന്നത്? ഇതാണോ മുന്നോട്ട് തലമുറയോട് പറയേണ്ടത്? ഇപ്പോൾ ഇത് നടത്തിയിരിക്കുന്ന അഭിമുഖമായിട്ട് ബന്ധപ്പെട്ട് ഇനി തൊട്ടടുത്ത ഒരു 5-6 മാസം കഴിഞ്ഞാൽ, ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ സ്ത്രീ തന്നെ മുഖാമുഖം ഇരുന്നും കഴിഞ്ഞിട്ട് സ്ത്രീയെയും പണ്ഡിതനെയും കാണിക്കുന്ന രീതിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ മാറുന്നുണ്ട്, പക്ഷേ മതം മാറുന്നില്ല.
മതത്തിൻ്റെ ചിട്ടക്കും രീതിക്കും അനുസരിച്ച് ജീവിക്കുന്നതിനപ്പുറം നമ്മുടേതായിരിക്കുന്ന ചില രീതികളൊക്കെ മതത്തിൻ്റെ ഭാഗമാണ് എന്ന് പരാമർശിക്കുന്നതിൽ പണ്ഡിതന്മാരും ഒഴിഞ്ഞു പോകുന്നില്ല എന്നാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ സാരാംശം.